നമ്മുടെ ഈ ഷോയുടെ ഐറ്റംസ് വേറെ ഒന്നല്ല. മുകേഷ് പിഷാരടി ധർമ്മജനൊക്കെ ഇവർ നിങ്ങൾ പോര് നിങ്ങളെ മിമിക്രി, പിന്നെ കോമഡി സ്കിറ്റ്, പാട്ട്, ഇതെല്ലാം, പിന്നെ ആര്യയുടെ ഡാൻസും അമ്മായിയുടെ ആ ചവിട്ട് നാടകവും കൂടി ആകുമ്പോ കേൾക്കും. പിന്നെ എന്റെ ഒരു വൺ മാൻ ഷോ ഉണ്ട്. ഗഫൂർക്കാട് വൺ മാൻ ഷോ അതെ. അല്ല, ഈ വൺ മാൻ ഷോയിൽ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മിമിക്രി ചെയ്യും. മിമിക്രി? എന്നാ പിന്നെ ആരെയൊക്കെയാണ് കാണിക്കുന്നത്? ഞാൻ കണ്ട എല്ലാരും ചെയ്യുമ്പോൾ അലവലാദികളും ചെയ്യില്ല. ഞാൻ ഓൺലി ഹീറോസ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. ശരി, എന്തായാലും നമ്മൾ ഒന്നിച്ചാണല്ലോ പോകുന്നത്. അപ്പം ആദ്യം മമ്മൂട്ടിയുടെ ഒന്ന് കാണിക്കും. ഇവിടെ കാണിക്കണം. ഞങ്ങൾക്ക് കാണണം. ഡയലോഗ്. ചന്തുവിനെ തോപ്പിക്കാൻ പറ്റൂല മക്കളെ. ചന്തു തോറ്റിട്ടുണ്ട് പല പ്രാവശ്യം, പല സ്ഥലത്ത് വെച്ചിട്ടും. ഇനി മയ്യത്താണ്ടി പോയിക്കോലെ ഹംക്കല അവിടുന്ന്. ഇനി മോഹൻലാൽ. ഗഫൂർക്ക് റെഡിയല്ലേ? ഓ, മ്യൂസിക്. ഡയലോഗ്. എടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ കോട്ടിയിട്ട് കളിക്കല്ല മോനെ ദിനേശ. സൂപ്പർ, പൊളിച്ചു തകർത്തു. താങ്ക് യു. സുരേഷ് ഗോപി. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. ഓർമ്മ എന്താ ഈ മൂന്ത? ഓർമ്മ കാണൂലെന്നറിയാം. പല മോന്തി കേറി ഇറങ്ങിയതല്ലേ. ജസ്റ്റ് ഡിസംബർ ദാറ്റ്. എന്റെ അമ്മോ, ഇനി ഇതിപ്പോ മമ്മൂട്ടിയായി, മോഹൻലാലായി, സുരേഷ് ഗോപിയായി. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഗഫൂർ കടയില്? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം? ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്. അത് അടിപൊളിയാണ്. അതാണ് ഞാൻ പറയാതിരുന്നത്. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. ശരി, സസ്പെൻസ് പൊളിച്ചേരാ. ആരാണ് നിങ്ങൾ പറയണം. ഓക്കെ. മറുക് വെച്ച് കെട്ടി, മീശ പിരിച്ച് കെട്ടി, ലുങ്കി മറുക്കി കെട്ടി, മുമ്പിൽ വന്ന് യാരുടെ കവാലി എന്ന് ചോദിക്കുമ്പോ കുനിഞ്ഞ് നോക്കാൻ അസ്സലാമലൈക്കും എന്ന് പറയലല്ല. ഇത് കബാലിയുടെ കബാലി നായിന്റെ ഞാൻ വേണ്ടി പൊളിഞ്ഞു പോകുന്നു. മനസ്സിൽ പിടുത്തം കിട്ടിയില്ല. മതി. ഇതാണ് ഇന്റെ ഒന്നാം ഷോ ഗൾഫിൽ ഉണ്ടാവുക. ഗഫൂർക്ക, ഈ കബാലി ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? വേറൊന്നുമല്ല, നമ്മൾ നിങ്ങളെ ടീമിനെ ഒന്നായിട്ട് അവിടെ കൊണ്ടുപോകുന്നു. ഒന്നും പറയാൻ പറ്റില്ല, ഈ കാലാണ്. നിങ്ങളെ പ്രോഗ്രാം എന്തെങ്കിലും ഡൗൺ ആയിട്ട് ഏൽക്കാതെ വരുമ്പോ ഓഡിയൻസിൽ പിടിച്ചെടുത്താൻ ഞാൻ കയറിയിട്ട് ഇത് ചെയ്താൽ നിൽക്കൂലേ? മുകേഷ്, ഒരു സംശയമാണ്. നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ വിജയിപ്പിക്കാൻ ഒരു ചെറിയ എന്തോ ഒരു ഗുട്ടൻസ് ഉണ്ടല്ലോ ഇതില്. അതെന്താണ്, ഒന്ന് പറഞ്ഞു തരുമോ? അത് വേറൊന്നുമില്ല ഗഫൂർക്ക. അതായത് സിനിമയും ഈ സ്റ്റേജും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. സ്റ്റേജിലാവുമ്പം ഈ സ്റ്റേജ് പ്രസൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു 6-6.5 അടി പൊക്കം വേണം. മുഖമല്ല നല്ല ഓറഞ്ച് പോലെ തൂട്ടത്തിങ്ങനെ നിൽക്കണം. നല്ല മസിൽ വേണം. ഇങ്ങനെ ഒരു ആചാന ബാഹുവായിട്ട് വന്ന് നിന്നാൽ തന്നെ പ്രോഗ്രാം വിജയിച്ചു. ശരി, ഞാൻ പോട്ടെ. അല്ല ഞങ്ങളെയൊക്കെ ബുക്ക് ചെയ്യാൻ വന്നിട്ട് ബുക്ക് ചെയ്യാതെ പോവാണോ? ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 6-6.5 അടി പൊക്കം, നല്ല ചുമന്ന തുടുത്ത കവിള്, നല്ല മസിൽ ഗെറ്റപ്പ്, ഒരു ആചാന ബാഹു. ഇത് വന്ന് സ്റ്റേജിൽ നിന്നാൽ തന്നെ ഗംഭീരായിരിക്കും അല്ലേ? അതെ. അതങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ അതിന് എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ വന്ന് നിൽക്കാന്നല്ലേ. ഇത് നിങ്ങൾ ആവശ്യമില്ലല്ലോ.